പടകിൻ്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്ന യേശുവിനെ ശിഷ്യന്മാർ ഉണർത്തുകയാണ്. ശക്തമായ തിരയും കാറ്റും പടകിനോട് പ്രതികൂലമായി ആഞ്ഞടിച്ചു. പടകിന്മേൽ വെള്ളം കയറുവാൻ തുടങ്ങി. അവർ കൂടുതലും കാണുന്നത് കാറ്റിനെയാണ്. അവർ കൂടുതലും കാണുന്നത് തിരയെയാണ്. പടകിൽ വെള്ളം വന്ന് കയറുന്നതും നിറയുന്നതുമൊക്കെയാണ് അവർ കൂടുതലായി കാണുന്നത്, അറിയുന്നത്. എന്നാൽ പടകിൻ്റെ അമരത്ത് ഒരുവൻ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയാണ്. യേശുവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല കേട്ടോ. യേശുവിനെ തിരകൾക്ക് തൊടുവാൻ കഴിയുകയില്ല, മുക്കിക്കളയാൻ കഴിയുകയില്ല. യേശു കർത്താവ് ഈ കാണുന്ന സകലത്തിനെയും സൃഷ്ടിച്ച ദൈവമാണ്. കാറ്റ് അടങ്ങുക, കടലിനോട് അനങ്ങാതിരിക്കുക എന്നൊരൊറ്റ വാക്യം പറഞ്ഞുള്ളൂ. കാറ്റ് അമർന്നു, കടല് ശാന്തമായി. പ്രിയപ്പെട്ടവരെ, കുറച്ചും കൂടി അടുത്തേക്ക് ആ പടകിൻ്റെ അമരത്ത് കിടക്കുന്ന യേശുവിൻ്റെ മാർവിലേക്ക് ഒന്ന് ചാരിക്കിടന്ന് ഒന്ന് വിശ്രമിച്ചുകൂടെ? ആ മാർവിൽ ചാരിക്കിടന്നിട്ട് ആ കാറ്റിനെയൊക്കെ ഒന്ന് നോക്കിയാൽ, ആ തിരയൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര വലിയ സമാധാനം ഉണ്ടാകും. നിങ്ങൾ അകന്ന് നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത്, പിശാച് വിജയിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ അടുത്തു വാ, യേശുവിനോട് അടുത്തു വാ, വചനത്തോടടുത്തു വാ, പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ അടുത്തു വാ. യേശുവിനോട് ചേർന്ന് ഇരിക്കുന്നതോറും വിടുതൽ ശക്തമാവുകയാണ്. കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ വരികയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മാർവിൽ ചാരിക്കിടന്നാൽ നിങ്ങൾക്കൊന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല. എൻ്റെ വാക്ക് കേൾക്കുന്നവൻ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളെ മുക്കിക്കളയും, നിങ്ങളെ തകർത്ത് കളയുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആ വാക്കൊന്ന് കേൾക്ക്. നിങ്ങളെന്ന കർത്താവിനോട് അടുത്തു വാ, കുറച്ചുകൂടെ അടുത്തു വാ. നിങ്ങളിതിനെ അതിജീവിക്കും. ദൈവം നിങ്ങൾക്ക് ശാന്തത നൽകും. നിങ്ങൾക്ക് ഒരു ശുഭയാത്രയുണ്ട്, നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. നിങ്ങൾ നടുക്കടലിൽ തീർന്നു പോകേണ്ടവരല്ല. ആഗ്രഹിച്ചൊരു തുറമുഖത്തിലേക്ക് ദൈവത്തിന് നിങ്ങളെ കൊണ്ടുപോകാനുണ്ട്. ദൈവമാണ് നിങ്ങൾ വിളിച്ചത്. വഴിയിലിട്ടിട്ട് പോകില്ല. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ശാന്തമാവുകയാണ്. ദൈവം ഇന്ന് പകൽ അതിനെ ശാസിക്കുകയാണ്. നിങ്ങൾക്കൊരു ശുഭയാത്ര ഇന്ന് പകൽ ദൈവം കൽപ്പിക്കുന്നു. വിശ്വസിക്കുക, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.